വിശന്ന് വലിഞ്ഞ് നമ്മുടെ മണ്ണാർക്കാടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് റോഡരികിൽ നല്ല പൊള്ളുന്ന വെയിലിൽ കുടക്ക് താഴെ രണ്ട് ചേച്ചിമാർ ബിരിയാണി കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങി അവരോട് സംസാരിച്ച സമയത്ത് അവരോട് നല്ല ബഹുമാനം തോന്നിട്ടോ. സാധാരണക്കാരായിട്ടുള്ള രണ്ട് ചേച്ചിമാരാണ്, അവരുടെ കുടുംബം നോക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അവരുടെ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് അവർക്കൊരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു പക്ഷേ ഇങ്ങനെ വാങ്ങുമ്പോൾ എല്ലാവരുടെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനും നമ്മൾ വാഹനത്തിൽ ഇരുന്ന് കഴിക്കേണ്ടിയിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവിടേക്ക് പോയിരുന്ന് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും കൂട്ടുകാരുടെ കൂടെ ഇരുന്നിട്ട് ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ഏതൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഇത്രയും നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ടാവില്ല. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂടി ഇവിടെ നിങ്ങളെ അറിയിക്കണമല്ലോ. കാരണം നല്ല ഭക്ഷണമാണ്. നമ്മൾ അധികം കളറോ എസൻസോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത നാടൻ ഫുഡ്. നമ്മൾ കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ. കഴിച്ചതിൽ ഒരു ചെറിയ 70 രൂപ ബഡ്ജറ്റിൽ പറ്റിയിട്ടുള്ള നല്ല ഫുഡാണ്. നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭക്ഷണം കഴിച്ച വേസ്റ്റ് കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണം കേട്ടോ. ഇത്രയും നല്ല സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല.